ഭാഗം 3 സർ പ്ലാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി വരുന്നത്. കൃഷി. സർ, കൃഷി വ്യാപിപ്പിക്കുന്നതിനും കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പുവരുത്തുന്നതിനും വേണ്ട നിരവധി പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കി വരികയാണ്. ഈ സർക്കാർ അധികാരത്തിലെത്തിയതിന് ശേഷം 2,36,344 തൊഴിലവസരങ്ങളാണ് കാർഷിക മേഖലയെ സൃഷ്ടിച്ചത്. കാർഷിക മേഖലയ്ക്ക് 2024-25 വാർഷിക പദ്ധതിയിൽ ആകെ 1,698.30 കോടി രൂപ വകയിരുത്തുന്നു. കേരള ക്ലൈമറ്റ് റെസിലിയൻ്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രൊജക്ട് കേര. സർ, കാർഷിക മേഖലയിൽ കേരള കാലാവസ്ഥാ പ്രതിരോധ കാർഷിക മൂല്യ ശൃംഖല ആധുനികവൽക്കരണം എന്നൊരു പുതിയ പദ്ധതി 2024-25 ലോകബാങ്ക് വായ്പയോടെ ആരംഭിക്കുന്നതാണ്. ചെറുകിട കർഷകർ, കാർഷികാധിഷ്ഠിത സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവരുടെ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന തരത്തിൽ കേരളത്തിലെ ഭക്ഷ്യ കാർഷിക മേഖലയുടെ വാണിജ്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി പ്രാദേശിക സാമ്പത്തിക വികസനം ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അടുത്ത 5 വർഷം കൊണ്ട് 2,365 കോടി രൂപ ഈ പദ്ധതി വഴി ചെലവിടും. കാർഷിക മേഖലയിലെ കാലാവസ്ഥാ പ്രതിരോധവും ലഘൂകരണവും ചെറുകിട വാണിജ്യവൽക്കരണം, കണ്ടിജൻസി എമർജൻസി റെസ്പോൺസ്, പൊട്ടൻഷ്യൽ ക്ലൈമറ്റ് ഫിനാൻസിംഗ് എന്നീ ഘടകങ്ങൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. മൂല്യവർദ്ധനയുമായി ബന്ധപ്പെട്ട പ്രൊജക്ട് ഘടകങ്ങൾ വ്യവസായ വകുപ്പിൻ്റെ സജീവ പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്നതാണ്. സംസ്ഥാന വിഹിതം ഉൾപ്പെടെ ഈ വർഷം 100 കോടി രൂപയാണ് ഇതിന് മാറ്റിവെക്കുന്നത്. വിളപരിപാലന മേഖലയ്ക്കായി 535.9 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, സംസ്ഥാനത്തെ നെല്ലുൽപാദന പദ്ധതികൾക്കായിട്ട് 93.6 കോടി രൂപ വകയിരുത്തുന്നു. സുരക്ഷിതവും വിഷരഹിതവുമായ പച്ചക്കറി വികസന പദ്ധതിക്കായി 78.45 കോടി രൂപ വകയിരുത്തുന്നു. സർ, നാളികേരത്തിന് 32 രൂപയിൽ നിന്ന് 34 രൂപയായിട്ട് താങ്ങുവില നേരത്തെ ഉയർത്തിയിരുന്നു. നാളികേര വികസന പദ്ധതിക്കായിട്ട് 65 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാനത്ത് സുഗന്ധ വ്യഞ്ജന കൃഷികൾക്കായിട്ട് 4.6 കോടി രൂപ വിലയിരുത്തുന്നു. ഫലവർഗ്ഗ കൃഷിയുടെ വിസ്തൃതി വിലയിരുത്തുന്നതിന് 18.92 കോടി രൂപ വകയിരുത്തുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ക്രോപ്പ് ബ്രീഡിംഗ്. സർ, സംസ്ഥാനത്ത് വിളകളുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കേണ്ടത് അടിയന്തര ആവശ്യമാണ്. കാലാവസ്ഥാ മാറ്റങ്ങളോടും കീടബാധയോടുമെല്ലാം പ്രതികരിക്കാൻ കഴിയുന്ന ഉൽപ്പാദനശേഷിയുള്ളതായി വിളകളെ മാറ്റേണ്ടത് അനിവാര്യമാണ്. ഈ മേഖലയിലെ പുതിയ വിജ്ഞാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഗവേഷണങ്ങൾ നടത്തുന്നതിനായി കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന് കീഴിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ക്രോപ്പ് ബ്രീഡിംഗ് സ്ഥാപിക്കും. ഇതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങളായിട്ട് 2 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, വിള ആരോഗ്യ പരിപാലന പരിപാടിക്ക് 13 കോടി രൂപ വിലയിരുത്തുന്നു. ഫാം യന്ത്രവൽക്കരണത്തിന് 16.95 കോടി രൂപ വകയിരുത്തുന്നു. കുട്ടനാട്ടിലെ പരമ്പരാഗത പെട്ടിയും പറയും സമ്പ്രദായത്തിന് പകരം വെർട്ടിക്കൽ ആക്സിയൽ ഫ്ലോ പമ്പും മോട്ടോറും തറയും സ്ഥാപിക്കുന്നതിന് 36 കോടി രൂപ വകയിരുത്തുന്നു. കൃഷി ഉന്നതി യോജനയ്ക്ക് 77 കോടി രൂപയും വിളവെടുപ്പിന് ശേഷമുള്ള മൂല്യവർദ്ധന പരിപാടിക്കായിട്ട് 8 കോടി രൂപയും വകയിരുത്തുന്നു. കാർഷിക ഉൽപ്പന്നങ്ങളുടെ കാര്യക്ഷമമായ വിപണനം ഉറപ്പുവരുത്തുന്ന പദ്ധതിക്ക് 43.9 കോടി രൂപ വകയിരുത്തുന്നു. ഗവേഷണ പ്രവർത്തനങ്ങൾക്കായി 42 കോടി രൂപ ഉൾപ്പെടെ കാർഷിക സർവകലാശാലയ്ക്ക് 75 കോടി രൂപ വകയിരുത്തുന്നു. സർ, മണ്ണ് ജലസംരക്ഷണ മേഖലയുടെ പ്രവർത്തനങ്ങൾക്കായി 83.99 കോടി രൂപ വകയിരുത്തുന്നു. മൃഗസംരക്ഷണ മേഖലയിൽ ഈ സാമ്പത്തിക വർഷത്തിൽ 277.14 കോടി രൂപ വകയിരുത്തുന്നു. മൃഗസംരക്ഷണ മേഖലയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് 82.5 കോടി രൂപയും കേരള വെറ്റിനറി ആനിമൽ സയൻസ് സർവകലാശാലയ്ക്ക് 57 കോടി രൂപയും വകയിരുത്തുന്നു. മൃഗചികിത്സാ സേവനങ്ങൾ ശക്തിപ്പെടുത്താൻ 32.18 കോടി രൂപയും പ്രത്യേക കന്നുകാലി പരിപാലന പരിപാടിക്കായി 42.5 കോടി രൂപയും വകയിരുത്തുന്നു. കേരള ഫീഡ്സിനുള്ള സഹായമായി 16.2 കോടി രൂപ വകയിരുത്തുന്നു. സംരക്ഷണം സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന പദ്ധതിക്ക് 17 കോടി രൂപ വകയിരുത്തുന്നു. മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്സിന് 17.14 കോടി രൂപ കഴിഞ്ഞ വർഷത്തേക്കാളും 3.64 കോടി രൂപ അധികരിച്ച് വകയിരുത്തുന്നു. ക്ഷീരവികസനം. സർ, ഈ സാമ്പത്തിക വർഷത്തിൽ 109.25 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ റൂറൽ ഡയറി എക്സ്റ്റൻഷൻ ആൻഡ് ഫാം അഡ്വൈസറി സർവീസ് എന്ന പദ്ധതിക്ക് 11.4 കോടിയും ക്ഷീര സഹകരണ സംഘങ്ങൾക്ക് 22.55 കോടിയും വകയിരുത്തുന്നു.